ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം മാസം പലത് നീണ്ടിട്ടും കാര്യമായ പുരോഗതിയില്ലാതെ നീളുന്ന സാഹചര്യത്തിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഫ്രണ്ടിൽ തെളിയുകയാണ്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസുകളെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് 60 ദിവസത്തിനധികം പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചില്ലെങ്കിൽ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുമെന്ന നിയമപരമായ ആനുകൂല്യമാണ് ഇവർക്ക് തുണയാകുന്നത്. ജയിൽ മോചിതരാകുന്ന 2 പേരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചർച്ചയും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒക്ടോബർ 17 ആദ്യം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയും പിന്നീട് പിടിയിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരുടെ റിമാൻഡ് കാലാവധി 60 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം നൽകാൻ SITക്ക് സാധിച്ചിട്ടില്ല.